സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സിപിയും ത്യാഗരാജനും നിൽക്കുകയാണ്. മേലത്തെ നിലയിൽ സൗണ്ട് കേട്ടിട്ട് അരുന്ധതിയാണെങ്കിൽ മേലേക്ക് കയറി പോകുന്നത്. അപ്പം ഋഷി വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അരുന്ധതിയാണെങ്കിൽ ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഋഷി വന്നു, ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം തൽക്കാലം സിപിയോടും ത്യാഗരാജനോടും തുറന്നു പറയുന്നില്ല. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനൊരു പ്രതികാരം വീട്ടാൻ കാരണമായി എന്നുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് നമ്മുടെ ഋഷി. മാത്രമല്ല, സ്വന്തം ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് കെവിനും അതുപോലെ പണ്ട് എസബെല്ലയ്ക്ക് നന്ദനോടുണ്ടായിരുന്ന സ്നേഹം വീണ്ടും സാക്ഷാത്കരിക്കാനും ഡിവൈഎസ്പിക്ക് ചില അത്യാവശ്യ ഫയലുകൾ ദേവികയിൽ നിന്നും സ്വന്തമാക്കാനും വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകത്തിന് താനും കൂട്ടു നിൽക്കുവാണ്. ചന്ദ്രോത്ത് വീട്ടിൻ്റെ പതനമാണ് തനിക്ക് ആവശ്യം എന്നൊക്കെ തുറന്നു പറയുന്ന ആ സമയം, നീ ഒരിക്കലും ഇനി അവരെ ദ്രോഹിക്കാൻ പോകരുത്, നിന്നെ കാണാനില്ല എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴത്തേക്കും സിദ്ധാർത്ഥൻ സാറിനും അതുപോലെ പ്രഭാവതിക്കും ഒരുപാട് സങ്കടമായി. അവർ അനുകമ്പ കാണിക്കുകയും ചെയ്തു. മാത്രമല്ല, എന്ത് പ്രതിസന്ധി ഉണ്ടായിട്ടും ദേവികയാണെങ്കിൽ നിന്നെ കണ്ടെത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നീ ഇനി അവരെ ദ്രോഹിക്കരുത് എന്ന് പറയുമ്പം ഋഷിയാണെങ്കിൽ അതിനൊന്നും വഴങ്ങുന്നില്ല. തൻ്റെ പ്രതികാരം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. തൻ്റെ അമ്മ തനിക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിനുള്ളിൽ അകപ്പെട്ട് കിടക്കാൻ ഇത്രയും വർഷം കാരണക്കാരായവരെ ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യാതെ ഞാൻ പിന്മാറില്ല എന്നുള്ള വാശിപ്പുറത്ത് നിൽക്കുവാണ് ഋഷി. ഋഷിയുടെ ഈ വാശി അരുന്ധതിയിൽ വല്ലാത്ത ഭയമുണ്ടാക്കുന്നു. തൻ്റെ മകൻ്റെ ഭാവി വെറും ഒരു വാശിപ്പുറത്ത് തകർക്കരുത്. ഇത്രയും നാൾ മകനെ കാണാതായതിൻ്റെ വിഷമം അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചിരുന്നു. എന്നാൽ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയപ്പോഴെങ്കിലും ഇനി ഭാവിയായിട്ട്, അതായത് നല്ല ഭാവിക്ക് വേണ്ടി മകൻ എല്ലാ പ്രതികാരവും മാറ്റിവെച്ച് മുന്നോട്ട് ജീവിക്കണം എന്ന് ഉപദേശിക്കുന്ന സമയം അതൊന്നും ഉൾക്കൊള്ളാൻ ഋഷി തയ്യാറാവുന്നില്ല. താൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിനാണോ ഇത്രയും നാൾ തന്നെ കാണാൻ വരാഞ്ഞേ എന്നുള്ള ചോദ്യത്തിന് തൽക്കാലം അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ അവരും സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ മരിച്ചു എന്നുള്ള രൂപത്തിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് ഋഷിയും പറയുന്നു. അങ്ങനെ ഋഷി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. അതേസമയം സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ നമ്മുടെ ഗിരീഷിനെ നേരിൽ കാണുന്നുണ്ട്. കാരണം ഗിരീഷിൻ്റെ പാർട്ടി MLAയുടെ ഈ ഒരു തീരുമാനം, KK നായർക്ക് പ്രൊജക്റ്റ് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്ത ആ ഒരു തീരുമാനത്തിനെതിരെ സമരവുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ആ ഒരു സമരത്തിന് പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി തൻ്റെ പിന്തുണയുണ്ടാകുമെന്നും തൻ്റെ പാർട്ടിക്കാർ ഉറപ്പായിട്ടും ഈ ഒരു പ്രൊജക്റ്റിന് അനുകൂലമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് വരില്ല. അതുകൊണ്ട് ഗിരീഷിൻ്റെ പാർട്ടി ഒരിക്കലും ഈ സമരത്തിൽ നിന്നും പിന്മാറാൻ പാടില്ലെന്നും ഈ പ്രൊജക്റ്റ് രാമപുരത്ത് നിലവിൽ വന്നാൽ തന്നെ ഒരുപാട് ദുരിതത്തിലാകും പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നെ വിശ്വസിച്ച്, എൻ്റെ പാർട്ടിയെ വിശ്വസിച്ച് ദേവിയേക്ക് വോട്ട് കൊടുത്ത ജനങ്ങളെ ഇനി ചതിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും MLA KK നായരുടെ പ്രൊജക്റ്റിന് അനുകൂലമായി ഒപ്പുവെച്ചു. മാത്രമല്ല, ഇപ്പോഴും ദേവിക അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമരമൊക്കെ വിജയിക്കുമോ? വിജയം കാണും, തീർച്ചയായിട്ടും വിജയം കാണും എന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ സാറും വാക്ക് കൊടുക്കുന്നുണ്ട്. അതേസമയം DYSP ആണെങ്കിൽ ദേവികയുടെ കയ്യിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് സ്വന്തമാക്കണം, ആ സ്വന്തമാക്കി തനിക്ക് നൽകണമെന്ന് ആവശ്യം നന്ദനോട് പറയുന്നുണ്ട്. എന്നാൽ നന്ദനാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. DYSPക്ക് ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്. അരുന്ധതിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ദേവികയാണെങ്കിൽ DYSPയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഋഷിയെക്കുറിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നടപടി എടുത്തത് ആ ഒരു ഡീറ്റെയിൽസ് തനിക്ക് അറിയിക്കണം എന്നൊക്കെ വാശി പിടിച്ച് പറയുമ്പോൾ പുറം സംസ്ഥാനങ്ങളിൽ ഋഷിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ ഇനിയും താൻ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട എന്നുള്ള രൂപത്തിൽ ദേവിക കർക്കശമായിട്ട് കുറച്ച് താക്കീത് നൽകുന്നുണ്ട്. അധികം താമസിക്കാതെ ഋഷിയുമായിട്ടുള്ള ഒളിച്ചുകളി പുറത്തു വരും. അതിനു മുമ്പ് താൻ വിചാരിച്ച കാര്യം നടപ്പാക്കണമെന്ന് DYSPക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ പേരിനാണ് ആ ഡോക്യുമെൻറ്റ്സ് എത്രയും പെട്ടെന്ന് നന്ദൻ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നത്. എന്നാൽ കെവിൻ ആണെങ്കിൽ നന്ദൻ മനസ്സോടെ നിൽക്കുമ്പോൾ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. ഇത്രയൊക്കെ പ്രതിസന്ധിയിലൂടെ സാറ് നിനക്ക് വേണ്ടിയിട്ടാണ് കടന്നുപോയത്, അതുകൊണ്ട് സാറിന് ഇത്രയൊരു ഉപകാരമെങ്കിലും നീ തിരിച്ചു ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് പറയുമ്പോൾ നന്ദൻ അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ KK നായരുടെ പ്രൊജക്റ്റ് ഒപ്പുവെച്ച് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ദേവിക സ്വന്തം വീട്ടിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് അകന്നിരിക്കുന്നു. ഇനി ഈ ഒരു പ്രൊജക്റ്റും കൂടി, ഈ ഒരു ഡോക്യുമെൻറ്റും കൂടി നന്ദൻ കട്ടെടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ദേവികയ്ക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറം വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഋഷിയെ കൊന്ന കേസ് ഒതുക്കി തീർക്കാൻ സഹായിച്ച DYSPക്ക് ഇങ്ങനൊരു പ്രത്യുപകാരം ചെയ്യണമെന്ന് നമ്മുടെ നന്ദൻ ഉറപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക്
എസബല്ലയാണെങ്കിൽ നന്ദനെ വിളിക്കുന്നുണ്ട്. നാളെ അത്യാവശ്യമായിട്ട് തന്നോടൊപ്പം വരണമെന്ന് പറയുമ്പം ഗിരീഷ് ഏട്ടൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. രജനി ചേച്ചി പ്രഗ്നൻ്റ് ആയതിൻ്റെ ആ ഒരു സന്തോഷ പാർട്ടിയിൽ പങ്കെടുക്കാൻ താനും ദേവികയും പോയേ പറ്റുള്ളൂ പറയുമ്പം അത്യാവശ്യമായിട്ട് നന്ദൻ എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഭീഷണി രൂപത്തിൽ എസബല്ല അങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് നന്ദൻ എന്ത് വേണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. സത്യങ്ങളൊക്കെ അറിയാതെ നന്ദനും അവരുടെ കളിപ്പാവയായിട്ട് നടക്കുമ്പോൾ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തായാലും ഇതിനുള്ള പ്രതികാരം അല്ലെങ്കിൽ ഇതിന് തിരിച്ചടിയായിട്ട് നന്ദനും അതുപോലെ പ്രഭാവതിയും തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ള കാര്യം അരുന്ധതിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ എസബല്ലയും കെവിനും ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ഋഷിയും കൂടി ചേർന്ന് ചന്ദ്രോത്ത് വീട്ടിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നുണ്ട്. കാത്തിരിക്കാൻ എന്താകുമെന്ന്.